കത്തോലിക്ക സഭയുടെ 267 മാർപ്പാപ്പയും ലത്തീൻ കത്തോലിക്ക സഭയുടെ റോമാ രൂപത മെത്രാപ്പൊലീത്തയുമായി ലിയോ 14 അല്പസമയത്തിനകം ചുമതലയേൽക്കും. കർദിനാൾ സംഘത്തിന്റെ ഡീൻ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റ റേ, വൈസ് ഡീൻ കർദിനാൾ ലെയാനാദ്രോ സാന്ദ്രി, വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി പിയാത്രോ പരോളിൻ എന്നിവർ ലിയോ 14 മാർപ്പാപ്പയെ പാലിയവും വലിയ മുക്കുവന്റെ മുദ്രാമോതിരവും അണിയിക്കും. ലിയോ 14 ആസ്ഥാന ദേവാലയമായ സെന്റ് ജോൺസ് ലാറ്ററൻ കത്തീഡ്രൽ ഏറ്റെടുക്കുന്നതോടെയാണ് പാപ്പാ തെരഞ്ഞെടുപ്പിന്റെയും സ്ഥാനാരോഹണത്തിന്റെയും ചടങ്ങുകൾ പൂർത്തിയാകുക. ഈ മാസം 25-നാണ് ഈ ചടങ്ങ്. തുടർന്ന് മറ്റ് ബസലിക്കകളും മാർപ്പാപ്പ ഏറ്റെടുക്കും. രാഷ്ട്രത്തലവന്മാരടക്കം ജനലക്ഷങ്ങളാണ് വത്തിക്കാൻ ചത്വരത്തിൽ അണിനിരക്കുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് അനിൽ ജോർജ് ചേരുകയാണ്. അനിൽ, ലിയോ 14 പാപ്പ അധികാരം ഏറ്റെടുക്കുന്നു, സ്ഥാനമേറ്റെടുക്കുന്ന ചടങ്ങ്, എന്തൊക്കെയാണ് ഇതിൻ്റെ മറ്റ് വിശേഷങ്ങൾ? നമ്മൾ ഈ പറഞ്ഞ ചടങ്ങുകൾക്കും അപ്പുറം മറ്റെന്തൊക്കെയാണ് ചടങ്ങുകൾ? ഏതൊക്കെ ലോക നേതാക്കളാണ് ഈ അപൂർവമായ ചടങ്ങിന് സാക്ഷിയാകാൻ വത്തിക്കാൻ ചത്വരത്തിലേക്ക് എത്തിച്ചേരുക? ലക്ഷ്മി പത്മ, ഇപ്പോൾ തന്നെ വത്തിക്കാൻ ചത്വരത്തിലേക്ക് ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഏതാണ്ട് 7 മണി സമയം കഴിഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ മുൻനിര പ്രദേശങ്ങളെല്ലാം, അതായത് ജനറൽ ഓഡിയൻസിനുള്ള മുൻനിര ഇരിപ്പിടങ്ങളെല്ലാം തന്നെ ഏതാണ്ട് നിറഞ്ഞ സാഹചര്യമാണ് ഇപ്പോൾ തന്നെ വത്തിക്കാനിൽ ഉള്ളത്. അതിനാൽ തന്നെ കൂടുതൽ ആളുകൾ എത്തിച്ചേരും എന്ന് വത്തിക്കാൻ കരുതുകയും ചെയ്യുന്നു. ഇതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നുമുണ്ട്. അമേരിക്കയിൽ നടക്കം വലിയ തോതിലുള്ള ലോക നേതാക്കളുടെ ഒരു വലിയ സംഘം തന്നെ അവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം റഷ്യ ഉക്രൈൻ സംഘർഷത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ അമേരിക്ക നേരിട്ട് നടത്തുന്ന ചർച്ചകൾക്കുള്ള ഒരു വേദി കൂടിയായി വത്തിക്കാൻ മാറും എന്ന് അമേരിക്ക പറയുകയും ചെയ്യുന്നു. അങ്ങനെ അത്തരത്തിലൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ ലോകമുറ്റുനോക്കുന്ന ചില ചർച്ചകൾക്ക് കൂടി ഈ പാപ്പായുടെ സ്ഥാനാരോഹണം വേദിയായി മാറുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ത്യൻ സമയം 1:30 മാർപ്പാപ്പായുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പക്ഷേ ഇന്ത്യൻ സമയം ഒരു 12:50 തന്നെ മാർപ്പാപ്പ സാന്താ മാർത്തയിലെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ താമസിക്കുന്ന ഇടത്തു നിന്ന് വത്തിക്കാനിലേക്ക് എത്തിച്ചേരും. വത്തിക്കാൻ ചത്വരത്തിൽ ആദ്യം തന്നെ കൂടിക്കാഴ്ച പൊതുജനങ്ങളുമായുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ എത്തിയിരിക്കുന്ന ആളുകളുമായി ആദ്യം തന്നെ മാർപ്പാപ്പ കൂടിക്കാഴ്ച നടത്തും എന്നാണ് വത്തിക്കാൻ അറിയിക്കുകയും ചെയ്യുന്നത്. അതായത് സാധാരണഗതിയിൽ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ശേഷം പാപ്പാ മൊബൈൽ കയറി അദ്ദേഹം ജനക്കൂട്ടത്തിലേക്ക് ഇറങ്ങിയാണ് സാധാരണ പാപ്പാമാരുടെ ഒരു രീതിയെങ്കിൽ അതിനെ മാറ്റുന്ന രീതിയിലേക്ക് ആണ് ലിയോ മാർപ്പാപ്പയുടെ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് വത്തിക്കാൻ പറയുന്നു. ഇതിനുശേഷം മാർപ്പാപ്പ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്കയ്ക്കുള്ളിലെ പത്രോസിൻ്റെ ശവകുടീരത്തിലേക്ക് പോകും. അവിടെ പ്രത്യേകമായ പ്രാർത്ഥന നടക്കും. ആ പ്രാർത്ഥനയിൽ അദ്ദേഹത്തോടൊപ്പം കത്തോലിക്ക സഭയിലെ ലത്തീൻ കത്തോലിക്ക സഭ ഒഴികെയുള്ള മറ്റ് പൗരസ്ത്യ സഭകളുടെ സഭാ നേതാക്കന്മാരാണ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവുക. 24 കത്തോലിക്ക സഭകളുടെ കൂട്ടായ്മയാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. അതിനാൽ തന്നെ പൗരസ്ത്യ സഭകളും ഒപ്പം തന്നെ ലത്തീൻ സഭയുടെ പാത്രിയർക്കീസ് എന്ന നിലയിലുള്ള ലിയോ 14 പത്രോസിൻ്റെ മൃതദേഹം അടക്കം ചെയ്ത സ്ഥലത്ത് പ്രത്യേക പ്രാർത്ഥന നടത്തും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മുദ്രാമോതിരവും ഒപ്പം തന്നെ പാലിയവും വഹിച്ചുകൊണ്ട് ഉള്ള പ്രദക്ഷിണം ആരംഭിക്കും. തുടർന്ന് ഇവരെല്ലാവരും പത്രോസിൻ്റെ സിംഹാസനപ്പള്ളിയിൽ എത്തും. അവിടെ നിന്ന് കർദിനാൾമാർ, മെത്രാന്മാർ തുടങ്ങിയവരുടെ അകമ്പടിയോടുകൂടി ലിയോ 14 വത്തിക്കാൻ ചത്വരത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന കുർബാന നടക്കുന്ന വേദിയിലേക്ക് എത്തിച്ചേരും. മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിനെ അംഗീകരിച്ച ആ നിമിഷം മുതൽ കത്തോലിക്ക സഭയുടെ പരമാചാര്യനായി അദ്ദേഹം മാറുന്നതിനാൽ പ്രത്യേകം തയ്യാറാക്കിയ മാർപ്പാപ്പമാരുടെ സിംഹാസനത്തിൽ ലിയോ 14 ഇരിക്കും. തുടർന്ന് കുർബാനയുടെ ആദ്യ ചടങ്ങുകൾ നടക്കും. ഈ ചടങ്ങുകൾക്കിടയിലാണ് മാർപ്പാപ്പയെ പാലിയം ധരിപ്പിക്കുക. മാർപ്പാപ്പ ആയി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും പാലിയം ധരിപ്പിക്കുന്നതിലൂടെയും ഒപ്പം മുദ്രാമോതിരം അദ്ദേഹത്തിന് കയ്യിൽ അണിയിക്കുന്നതിലൂടെയുമാണ് അദ്ദേഹത്തിൻ്റെ പാപ്പ വാഴ്ചയ്ക്ക് തുടക്കമാവുക. കാരണം ഔദ്യോഗികമായി അദ്ദേഹം എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും മുദ്ര ചാർത്തുന്നത് ആ മോതിരത്തിലൂടെയാണ്.
അതിനാൽ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ചുമതലകൾ അദ്ദേഹം ഇന്ന് ആരംഭിക്കുകയും ചെയ്യും. തുടർന്ന് മാർപ്പാപ്പമാർ ആയി തിരഞ്ഞെടുക്കപ്പെടുന്നവർ ലത്തീൻ കത്തോലിക്ക സഭയുടെ റോമാ രൂപതയുടെ മെത്രാപ്പൊലീത്ത കൂടിയാണ്. ആ സ്ഥാനവും അദ്ദേഹം ഏറ്റെടുക്കും. തുടർന്ന് അടുത്ത ഞായറാഴ്ച അദ്ദേഹത്തിൻ്റെ സിംഹാസന പള്ളിയായ സെൻറ്റ് ജോൺസ് ലാറ്ററൻ കത്തീഡ്രലിലേക്ക് പോകും. ആ ബസലിക്ക ഏറ്റെടുക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ റോമാ രൂപതയുടെ മെത്രാപ്പൊലീത്ത എന്ന സ്ഥാനം കൂടി ഉറപ്പിക്കുകയും ചെയ്യും. തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ കൂരിയെ പ്രഖ്യാപിക്കുക തുടങ്ങിയ വത്തിക്കാൻ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട നിർണായകമായ പോസ്റ്റുകളിലൊക്കെ ഒരു പുനർക്രമീകരണം അദ്ദേഹം വരുത്തുകയും ചെയ്യുന്നത് അപ്പോഴാണ്. ഇന്നത്തെ ചടങ്ങിൽ ആളുകൾ ഏറ്റവും താല്പര്യത്തോടു കൂടി നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ പാല്യത്തിൻ്റെ പ്രത്യേകതയായിരിക്കും. അദ്ദേഹത്തെ ധരിപ്പിക്കുന്ന പാല്യം അത് വളരെ വീതി കൂടിയ ഒരു പാല്യമാണെങ്കിൽ മാർപ്പാപ്പമാരുടെ നയത്തിൽ വരുന്ന ഒരു വ്യത്യാസം അവിടെ കാണാൻ കഴിയും. അദ്ദേഹം ബെനഡിക്ട് പാപ്പായുടെ പിൻഗാമിയായി അറിയപ്പെടാൻ പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ചായ്വിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാല്യത്തിന് വളരെ വീതിയുള്ള ഒരു പാല്യമായിരിക്കും അദ്ദേഹം സ്വീകരിക്കുക. എന്നാൽ ഫ്രാൻസിസ് പാപ്പായുടെ നിലപാടുകൾ പിൻചെല്ലുകയാണെങ്കിൽ അദ്ദേഹം വീതി കുറഞ്ഞ ലളിതമായ ഒരു പാല്യമായിരിക്കും അദ്ദേഹം ധരിക്കുക. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മുദ്രാമോതിരത്തിൽ എന്താണ് പ്രത്യേകതയെന്ന് അറിയേണ്ടതുണ്ട്. ഒപ്പം അദ്ദേഹം ധരിക്കുന്ന കുരിശിനെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രത്യേകതകളുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന കുറേയേറെ പ്രത്യേകതകളാണ്. ഒപ്പം തന്നെ ഇദ്ദേഹം കത്തോലിക്ക സഭയെ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആ തുടവിയിലേക്ക് നയിക്കുന്നോ അതോ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനും പിന്നിലേക്ക് സഭയെ കൊണ്ടുപോകുവാൻ ആണോ ഉദ്ദേശിക്കുന്നത് എന്നൊരു നിർണായകമായ കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലത്തീൻ കത്തോലിക്ക സഭയ്ക്കുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്ന കുർബാന തർക്കമുണ്ട്. സീറോ മലബാർ സഭയിലെ കുർബാന തർക്കം പോലെ തന്നെ ലത്തീൻ കത്തോലിക്ക സഭയിലും ഒരു കുർബാന തർക്കമുണ്ട്. അത് പൗരാണിക രീതിയിലുള്ള കുർബാനയിലേക്ക് പോകണോ അതോ രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ള ജനാഭിമുഖ അടക്കമുള്ള കുർബാനക്രമത്തിലേക്ക് തന്നെ മുമ്പോട്ട് പോകണോ എന്നത് സംബന്ധിച്ചാണ്. ഇതിൽ ബെനഡിക്ട് പാപ്പ കൊണ്ടുവന്ന ഇളവുകൾ നീക്കം ചെയ്ത് പൂർണ്ണമായും ജനാഭിമുഖം അടക്കമുള്ള കുർബാനക്രമത്തിലേക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കൊണ്ടുപോയത്. എന്നാൽ ചിലരെല്ലാം പ്രത്യേക പെർമിഷൻ എടുത്തുകൊണ്ട് ആ പൗരാണിക കുർബാനക്രമം നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഇപ്പോൾ ലിയോ 14 എന്ന പേരിൽ മാർപ്പാപ്പയായി മാറിയിരിക്കുന്നത്. അതിനാൽ അദ്ദേഹം തിരികെ ആ കുർബാനക്രമത്തിലേക്ക് പോകുമോ എന്നതടക്കമുള്ള പല കാര്യങ്ങളും വിശ്വാസികൾ ഉറ്റുനോക്കുകയും ചെയ്യുന്നുണ്ട്. ലക്ഷ്മി പത്മ. അനിൽ ജോർജാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.